കാക്കനാട് ഇൻഫോ പാർക്കിനോടടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള മേത്തർ എക്സ്പെരിയൻസ് എന്നുള്ള ബിൽഡിംഗാണ് ഇന്ന് നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. 4 അണ്ടർഗ്രൗണ്ട് ഫ്ലോറുകൾ അടങ്ങുന്ന 20 നിലയുള്ള അമ്പരചുംബിയായ കെട്ടിടം. ഇത് സാധാരണ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻ്റ് ഒന്നും അല്ല കേട്ടോ. ഇതൊരു കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് നമ്മുടെ സുദിയോ, ടാറ്റ വെസ്റ്റ് സൈഡ്, ബാർബിക്യൂ നേഷൻ എന്നിങ്ങനെയുള്ള നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ ഉള്ള ഈ ഒരു ബിൽഡിങ് സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാമറ സിസ്റ്റം ഒന്നും മതിയാവില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ പുറത്തുനിന്ന് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിലുള്ള ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 100ഓളം ക്യാമറകളെങ്കിലും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. കൂടാതെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് 2 മാസത്തിൽ കൂടുതലും വേണ്ടി വരും. കറണ്ട് പോയാൽ റെക്കോർഡാകാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്റർ ഉണ്ടെങ്കിൽ പോലും ആ ജനറേറ്റർ നമുക്ക് സ്വിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഡിലേയിൽ നമുക്ക് റെക്കോർഡിംഗ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് V-ഗാർഡിൻ്റെ UPS ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ CP+ൻ്റെ NVR IP ക്യാമറ സിസ്റ്റമാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ 100 ക്യാമറകളാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ 1ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു 100 ക്യാമറ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഭാവിയും കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതായത് 128 ക്യാമറകൾ വരെ വയ്ക്കാവുന്ന ഒരു IP ക്യാമറ സിസ്റ്റമാണ് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് പുതിയ ക്യാമറകളൊക്കെ ആഡ് ചെയ്യാവുന്ന രീതിയിൽ ബാൻഡ് വിഡ്ത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സാധിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ഫീൽഡ് സ്വിച്ചിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ ബാക്ക് ബോൺ കേബിൾ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഫൈബർ ഒപ്റ്റിക് കേബിളാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് ബോൺ കേബിൾ ഇങ്ങനെ OFC ആയതുകൊണ്ട് നമ്മുടെ കോപ്പർ കേബിളിലുണ്ടാകുന്ന ആ ഒരു ലേറ്റൻസി ഇതിനകത്ത് ഒഴിവാകും. അപ്പോൾ ക്യാമറ POV സ്വിച്ചുമായി കണക്ട് ചെയ്യുന്നത് ഫിനോലെക്സിൻ്റെ ഹൈ ക്വാളിറ്റി CAT6 കോപ്പർ കേബിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ PVC കോണ്ടിയൂട്ടുകളെല്ലാം തന്നെ ISI ക്വാളിറ്റിയുള്ള PVC കോണ്ടിയൂട്ടുകളാണ്. അപ്പോൾ 4 അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ തീരെ വെളിച്ചം കുറവാണ്. അതുകൊണ്ട് തന്നെ 4 മെഗാപിക്സൽ ഹൈ ക്വാളിറ്റി സ്റ്റാർലൈറ്റ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന IP ക്യാമറകളാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള IP ക്യാമറകളുടെ എല്ലാത്തിൻ്റെയും ലെൻസ് 6mm ലെൻസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയ്ക്ക് 30 മീറ്റർ നൈറ്റ് വിഷൻ IR നൈറ്റ് വിഷൻ കിട്ടും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് -4ഉം -3ഉം ഫ്ലോറുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു വലിയ പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തും അതുപോലെ തന്നെ POE പവർ ബഡ്ജറ്റുമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്വിച്ചുകളിലും ഒരു 40% റിസർവ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് ഞാനിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പൊതുവേ കാണാറുള്ള ആ ഒരു ലാഗിങ് 100% ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ 7ഓളം ലിഫ്റ്റുകൾ വരുന്നുണ്ട്. 3 കൊമേഴ്ഷ്യൽ ലിഫ്റ്റുകളും അതുപോലെ തന്നെ 4 റെസിഡൻഷ്യൽ ലിഫ്റ്റുകളും. അപ്പോൾ ഇങ്ങനെയുള്ള ലിഫ്റ്റുകൾ പൊതുവെ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ CAT6 ഫ്ലാറ്റ് റിബൺ കേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് കേബിളിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് TP-Linkൻ്റെ വയർലെസ് ടെക്നോളജിയാണ്. TP-Linkൻ്റെ CP510 ഔട്ട്ഡോർ വൈഫൈ എക്സ്റ്റൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലിഫ്റ്റിലെ ക്യാമറകളെല്ലാം തന്നെ നെറ്റ്വർക്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല സാധാരണ എല്ലാവരും ലിഫ്റ്റിൽ ക്യാമറ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ലിഫ്റ്റിൽ കയറുന്ന ആളുകൾ ഈ ക്യാമറ പല ഡയറക്ഷനിലേക്കും തിരിച്ച് കളയും. അതായത് അവരെ റെക്കോർഡാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ക്യാമറകൾ തിരിച്ച് കളയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പരിപാടി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ക്യാമറകളൊക്കെ വാൻഡൽ ഡോം ക്യാമറകളാണ്. അപ്പോൾ ഈ വാൻഡൽ ഡോം ക്യാമറകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്ക് കൈകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ തിരിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന NVR എന്ന് പറഞ്ഞാൽ CP+ൻ്റെ 64 ചാനൽ 4K സീരീസ് NVR ആണ്. അപ്പോൾ അതുപോലത്തെ 2 NVR ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മാക്സിമം ഈ ഓരോ NVRനും 128 TB ഹാർഡ് ഡിസ്ക് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ 2 മാസത്തെ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് 140 TB ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു NVRന് 12 മെഗാ പിക്സൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു NVRൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാഡ് കോർ എംബഡഡ് പ്രോസസ്സറാണ്. പിന്നെ 320 Mbps ആണ് ഈ ഒരു NVRൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ടോട്ടൽ വെയിറ്റ് വരുമ്പോഴത്തേക്കും ഹാർഡ് ഡിസ്ക് ഇല്ലാതെ 6.5 കിലോഗ്രാമാണ് NVRൻ്റെ ഭാരം. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കോടെ ഇട്ടിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു NVRൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ 7 ഹാർഡ് ഡിസ്കോടെ ഇടുന്നുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്കും NVRും എല്ലാം കൂടെ ചേർന്നിട്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതൊരു വാൾ മൗണ്ട് നെറ്റ്വർക്ക് റാക്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 17U ടവർ റാക്കാണ്. അത് 600x1000D സൈസാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസിലൊക്കെ താല്പര്യമുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.